വൈകിട്ട് വന്നപ്പം ക്ഷീണം കാരണം ഭയങ്കര മടിയും എന്തൊക്കെയോ കഴിക്കാനുള്ളൊരു ആർത്തിയും. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള ഈ ചൈനീസ് കടയിലേക്ക് വന്നത്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫുഡ്. ഇതെല്ലാം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും. ഇന്ന് കളർ അടിക്കാൻ കുറേ പേപ്പേഴ്സാണ് കൊടുത്തത്. ഫുഡ് വന്നപ്പോൾ കളർ പെൻസിലും പേപ്പറും ഒക്കെ മാറ്റി വെച്ചിട്ട് ഉടനെ പരിപാടി തുടങ്ങി. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോട് ഈ ഒരു ആത്മാർത്ഥതയൊന്നും കാണിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെയാണോ? നിങ്ങളുടെ കുട്ടി ഇങ്ങനെയാണെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിവിടെ വന്നപ്പോഴേ ഉറപ്പിച്ചത് ഗ്യോസ കഴിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഗ്യോസ ഓർഡർ ചെയ്തു. ഇതുപോലെ പൂ പോലെ ഒരു പാത്രത്തിൽ അടുക്കി വെച്ച ഗ്യോസയും പിന്നെ രാമനും വന്നു. രാമൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടേസ്റ്റിൽ ഓർഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റി ഒന്നും അല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും പതുക്കെ ആസ്വദിച്ചിരുന്നതൊക്കെ കഴിച്ചു. അവസാനം ഡെസേർട്ടായിട്ട് അമ്മയെ ഓർഡർ ചെയ്തത് ഒരു മൊച്ചിയാണ്. നല്ല ചൂടോടെ സെർവ് ചെയ്യുന്ന ഈ മൊച്ചിയുടെ നടുക്കായിട്ട് വെച്ചിരിക്കുന്നത് ആങ്കോ എന്ന് പറഞ്ഞൊരു പയറിൻ്റെ പേസ്റ്റാണ്, മധുരമുള്ളതാണ്. ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ആർത്തി തോന്നിയത് എന്ത് കഴിക്കാനായിരുന്നു എന്തോ, ഇതൊന്നും അല്ലായിരുന്നെന്ന് തോന്നുന്നു.